ഈ ഘട്ടത്തിൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണം എവിടെ വരെ എന്നുകൂടി നോക്കാം. എൽസിൻ എസ്റ്റേറ്റിൽ സ്വപ്ന ഭവനങ്ങളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. 260 വീടുകളിലെ വാർപ്പ് ഏതായാലും പൂർത്തിയായി കഴിഞ്ഞു. ഉരുൾ കവർന്നെടുത്ത ചൂരൽമല മുണ്ടക്കൈ ഗ്രാമങ്ങളിൽ ബാക്കിയായ മനുഷ്യർ ഇന്ന് പ്രതീക്ഷയുടെ പുതുവെളിച്ചത്തിലാണ്. ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലൂടെ അതിജീവിതരുടെ സ്വപ്നങ്ങൾക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ദൂരം. ഡിസംബർ അവസാനത്തോടെ വീടുകൾ കൈമാറാമെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പണി പൂർത്തിയായില്ല. ഫെബ്രുവരി അവസാനത്തോടെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി വീടുകൾ കൈമാറാനാണ് സർക്കാരിന്റെ തീരുമാനം. ടൗൺഷിപ്പിൽ 260 വീടുകളുടെ വാർപ്പ് ഇതുവരെ പൂർത്തിയായി. കടുത്ത തണുപ്പിനെയും വെല്ലുവിളിച്ച് 1600-ലധികം തൊഴിലാളികൾ രാവും പകലും വേർതിരിയാതെ പണിയെടുക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരെ ഒരു ഭരണകൂടം ചേർത്ത് നിർത്തുന്നതിന്റെ ഉത്തമ മാതൃക. സർവ്വതും നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയെ എങ്ങനെയാണ് ചേർത്ത് നിർത്തേണ്ടത് എന്നുള്ളതിൻ്റെ നല്ലൊരു മാതൃകയായിട്ട് ഈ ടൗൺഷിപ്പ് ഓർമ്മിക്കപ്പെടും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു ചേർത്തുപിടിക്കലാണ് ഇവിടെ നടന്നത്. ദുരന്തവും സമാനതകളില്ലാത്തതായിരുന്നു. പില്ലർ പൂർത്തിയായ 39 വീടുകൾ കൂടി ഉടൻ വാർക്കാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടക്കുന്നു. ആകെ 332 വീടുകൾക്ക് ഇതിനകം അടിത്തറയൊരുങ്ങി. വാർപ്പ് പൂർത്തിയായ വീടുകളിൽ പ്ലംബിംഗ്, തേപ്പ്, ഫ്ലോറിംഗ് പ്രവൃത്തികൾ എന്നിവ പുരോഗമിക്കുകയാണ്. വീടുകൾക്കൊപ്പം തന്നെ ഒരു നാടിന്റെ സൗകര്യങ്ങളും ഇവിടെ രൂപം കൊള്ളുന്നു. അതൊരു ടൗൺഷിപ്പ് ആവാൻ പോവുകയാണ് എന്നുള്ള രൂപത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ, എല്ലാ വീട്ടിലേക്കും റോഡ് സൗകര്യം, ഇതൊക്കെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കേരളീയൻ എന്നുള്ള നിലയ്ക്ക് ഒരു അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 11.5 കിലോമീറ്റർ റോഡുകൾ, ക്ലസ്റ്ററുകളെ ബന്ധിപ്പിക്കുന്ന ഉപറോഡുകൾ, കുടിവെള്ള സംഭരണി, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഭൂഗർഭ വൈദ്യുതി ശൃംഖല, ഇതെല്ലാം ചേർന്ന ഒരു സുരക്ഷിത ജീവിതത്തിന്റെ അടയാളങ്ങൾ. മോഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വെച്ച ഉറങ്ങാൻ കിടന്നവരെ ഉരുളെടുത്ത വേദനയുടെ ഓർമ്മകൾക്കിടയിലും ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള വഴി ഇനി തുറക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് അതിജീവിതർ. മണ്ണിനടിയിൽ ഒടുങ്ങിയത് വീടുകളല്ല, ഒരുപാട് സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾക്ക് വീണ്ടും ഒരു വിലാസമാകുമെന്ന പ്രതീക്ഷയാണ് ഈ ടൗൺഷിപ്പ്. വാഗ്ദാനങ്ങൾ കടന്ന് വീടുകളുടെ വാതിലുകൾ തുറക്കുന്ന ദിനം കാത്തിരിക്കുകയാണ് ദുരന്ത ബാധിതർ. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആമ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.